എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ, ഫേമസ് ആയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് എന്നതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പങ്കുവെച്ച വീഡിയോകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അതുമാതിരി പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. കൊണ്ടോട്ടെ, ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വളരെ സങ്കടമുള്ള കാര്യമാണ് വയനാട്ടിൽ ഉണ്ടായ ദുരന്തം. ഇപ്പം ഓരോ ദിവസവും ന്യൂസ് കേൾക്കുമ്പോഴും ആ ദുരന്തത്തിനെ കുറിച്ച് പറയുമ്പോഴും നമുക്കൊക്കെ എന്താണ് സങ്കടം മാത്രമാണ് വരുന്നുള്ളൂ. ഇപ്പൊ ഞാനെന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാർ സങ്കടങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് കേൾക്കും തോറും നമുക്ക് സങ്കടം അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്. ഇത്രയും വർഷം ആ സ്കൂളിൽ ജോലി ചെയ്ത് സ്കൂള് സ്വന്തം വീട് പോലെ കണ്ട് അവിടുത്തെ സ്റ്റുഡൻസിനെ സ്വന്തം മക്കളെ പോലെ കണ്ട് ആ ഒരു ദുരന്തത്തിന് ശേഷം നെഞ്ചു പൊട്ടി കരയുന്ന ഒരു ഹെഡ് മാഷിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും വളരെ സങ്കടത്തിലായിരിക്കും. ചിലർക്ക് അത് കാണാൻ പോലും പറ്റില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് മാനസികമായിട്ട് സങ്കടം തരുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വീഡിയോയ്ക്ക് താഴെ ഇവൻ ചെയ്യുന്നത് എന്താണ്? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവൻ കടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോ ചിരിക്കുന്ന എന്തിനാണ്? ചിരിക്കാൻ വേണ്ടി എന്ത് കോമഡിയാണ് അവിടെ നടക്കുന്നത്? ഇപ്പൊ എന്താണെങ്കിലും റിനോയ് ലവിന് മുന്നോട്ടിന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവൻ തന്നെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ പോലീസൊക്കെ ഇതിൽ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കേരളം ഒന്നാകെ പ്രാർത്ഥിച്ചതായിരുന്നു അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. ആ സമയത്തും അവൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഉരുൾപൊട്ടലിൽ കാണാതായ അർജുന്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനാണ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയാറ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു മനുഷ്യനെ ഇരുന്ന് കരയുമ്പോൾ, വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ, വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ, ആ സമയത്തും ആ ഒരു വീഡിയോയുടെ താഴെ ഇരുന്ന് ഇതേപോലെ ചിരിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് ഫേമസ് ആകണം എന്ന് ചിന്തിക്കുന്ന ഇവന്റെ ഒരു പക്വത കുറവാണോ? പക്ഷെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവന്റെ ഒരു പക്വത കൊണ്ടല്ല. ഇപ്പൊ കാണുന്നവർ ചിലപ്പെങ്കിൽ വിചാരിക്കും ഇവന്റെ പ്രായത്തിന്റെയാണ്, ചെറിയ പയ്യനല്ലേ, ഇവന് പക്വത കുറവാണ്. ഞാനും കണ്ടപ്പോൾ അത് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇവന് പക്വത കുറവൊന്നുമല്ല, ഇവന് 29 വയസ്സ് കഴിഞ്ഞതാണ്. അപ്പം പക്വത കൂടിയത് കൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പൊ എന്താണെങ്കിലും പക്വത കൂടിയത് കൊണ്ടുള്ള ആ ഒരു കുഴപ്പത്തിനെ അങ്ങ് മാറ്റി കൊടുക്കാൻ നാട്ടുകാർ എന്താണെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഇവന് നല്ലൊരു സ്വീകരണം കിട്ടാതിരിക്കത്തില്ല. കാരണം ആ രീതിയിൽ തന്നെ അവൻ ഫേമസ് ആയിട്ടുണ്ട്. പോലീസ് വരെ കേസെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പയ്യനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അറിയാൻ കഴിഞ്ഞത് പയ്യന്റെ അച്ഛൻ ലണ്ടനിലാണ്, അച്ഛന്റെ വരുമാനത്തിലാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ പണിയില്ലാതെ ഇരുന്നപ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഫേമസ് ആകാം എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെയുള്ള ഈ വീഡിയോ ഇടുന്നതിനെ എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും അവിശ്വസനീയമാണ് ഇപ്പോഴും ആ കഥ. കാരണം ആ ഉരുൾപൊട്ടലിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് അമ്മയും മക്കളും എല്ലാം ഓടിച്ചെന്നത് ഒരു കൊമ്പന്റെ മുമ്പിലേക്കാണ്. അന്ന് ആ രാത്രി മുഴുവനും ആ കൊമ്പൻ അവർക്ക് കാവലായി നിന്നു. അവരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകാനൊരു ഇടവില്ല, കരണ്ടില്ല, നീ ഞങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ആന അവർക്ക് കാവലായി നേരം വെളുക്കുന്നത് വരെ നിന്നു എന്നുള്ളതാണ്. ഇതേപോലെയുള്ള മൃഗങ്ങൾക്ക് വരെ മനുഷ്യന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 29 വയസ്സ് കഴിഞ്ഞ ഇത്രയും പ്രായമായ ഇയാൾക്ക് ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ? എന്ത് മനസ്സുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഫേമസ് ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. എന്നിരുന്നാൽ പോലും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ വെറും പുച്ഛഭാവത്തിലെടുത്ത് ആ ഫീലിങ്സിനെ പിടിച്ച് ഇങ്ങനെ കളിയാക്കി ഫേമസ് ആകണം എന്ന് വിചാരിച്ചിട്ടുള്ള അവനെന്തെങ്കിലും മെന്റൽ ഇഷ്യൂ ആണോ ഉള്ളത്? എനിക്ക് തോന്നുന്നില്ല ഒരു മെന്റൽ ഇഷ്യൂ ആണെന്നുള്ളത്. നല്ല വിവരമുണ്ട്. എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വൈറലാകണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവനുള്ളൂ. പക്ഷെ അവൻ ഈ കാണിച്ചതെന്ന് പറയുന്നത് ഒരു ശുദ്ധ പോക്രിത്തരം മാത്രമാണ്.